ഹലോ നമസ്കാരം, ഞാൻ ജോബിൻ. നമുക്ക് ആദ്യം ഒരു വീഡിയോ കാണാം. പോയി ഹെൽമെറ്റ് എടുത്തോണ്ട് ഷൂടെ സ്കെച്ച് ഇട്ട് വെച്ചാൽ പക്ഷെ അവ ഹെൽമെറ്റ് എടുത്ത് വരാത്തോണ്ട് സ്കൂൾ പരിപാടി അല്ല അടുത്ത പ്രാവശ്യം സോറി ഇല്ല ഇവിടെ ഈ ഏരിയയിലല്ല, വേറെ ഏരിയ നമ്മുടെ ഏരിയയിൽ ഇനി നടത്തുന്നില്ല, നമ്മൾ വേറെ ഏരിയയിൽ മൊത്തം ഞാൻ കാലിയാക്കി. ഇത് കൊല്ലം ജില്ലയിലെ ഒരു കടയിൽ നടന്ന മോഷണ ശ്രമത്തിനിടയ്ക്ക് CCTV നോക്കി അതിൻ്റെ പ്രതിയെ പിടിച്ച് തെളിവെടുപ്പിൻ്റെ പോലീസ് കൊണ്ടുവന്ന ഒരു രംഗമാണ് നമ്മൾ കാണുന്നത്. ഇത് ക്യാഷ് അവിടെ നിർത്തും, പൈസ ഇതിൻ്റെ അകത്ത് മേശയുടെ താക്കോലി എടുത്തു, ഇത് തുറന്നിട്ട് ഇനി പൈസ. പലരും നമ്മുടെ വാട്സപ്പുകളിലൂടെ പ്രചരിച്ച ഈ വീഡിയോ കണ്ടു കാണും. ഒരു കോമഡി ബാക്ക്ഗ്രൗണ്ടോടുകൂടി മിക്ക ആൾക്കാരും ചിരിച്ച് തള്ളിയ ഒരു വീഡിയോ. പോലീസുകാർ പിടിച്ച ഈ പ്രതിയുടെ മനോഭാവം അല്ലെങ്കിൽ അയാൾ പോലീസുകാരോട് സംസാരിക്കുന്ന രീതി ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. എന്തൊരു കൂസലില്ലായ്മയോടുകൂടിയാണ് ആ പ്രതി സംസാരിക്കുന്നത് ആ പോലീസുകാരോട്. വല്ലവൻ്റെ കടയിൽ കയറി മോഷ്ടിച്ചിട്ട് തെളിവെടുപ്പിൽ കൊണ്ടുവന്നപ്പോഴത്തേക്ക് അവൻ പറയുന്ന ഭാഷ നിങ്ങൾ ശ്രദ്ധിച്ചോ? അത് നമ്മുടെ പോലീസുകാരുടെ കൂടെ നിന്നിട്ട് പോലീസുകാരോട് ഇനി അടുത്ത തവണ ആവട്ടെ, ഈ കട ഞാൻ കാലിയാക്കി തന്നെയാണോ? ഇതൊക്കെ പറയാനുള്ള അവൻ്റെ ആ ഒരു ചങ്കൂറ്റം അല്ലെങ്കിൽ അവന് കിട്ടുന്ന ധൈര്യം എവിടുന്ന് കിട്ടി? തീർച്ചയായും ആ കൂടെ നിൽക്കുന്ന പോലീസുകാർ അതിന് ഉത്തരവാദികളല്ലേ? ഇങ്ങനൊരു വീഡിയോ സമൂഹത്തിൽ പ്രചരിക്കുമെന്നും ഇത് ആളുകൾ കാണുമെന്നും ഇവർക്ക് അറിവുള്ളതല്ലേ? അവൻ്റെ ധൈര്യം നോക്കും. അവനറിയാം അവനെ അറസ്റ്റ് ചെയ്താലും അവനെ കോടതി എത്ര നാളത്തേക്ക് ശിക്ഷിക്കുമെന്ന് അവന് കൃത്യം അറിയാം. അതിനുശേഷം അവന് ഇറങ്ങിയിട്ട് വീണ്ടും ഇത് ചെയ്യുമോ? നാളെ ഇത് നമ്മുടെ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയും മകളും വഴിയിലൂടെ നടന്നു പോകുമ്പോൾ അവരുടെ മാല പൊട്ടിച്ചുകൊണ്ട് ഓടിയാൽ എന്ത് തോന്നും? തിരിക്കാൻ തോന്നുമോ? ഇവിടുത്തെ പോലീസുകാരൊന്നും മോശമാണെന്നല്ല. ഇവിടുത്തെ പോലീസുകാർ ഇതിലും വളരെ കാര്യമായ രീതിയിൽ പ്രതികരിക്കാനും ശിക്ഷിക്കാനും ഒക്കെ അറിയാവുന്ന ആൾക്കാരാണ്. പിന്നെന്തുകൊണ്ട് ഇങ്ങനൊരു പ്രശ്നത്തിൽ ഇതെന്നെ കോമഡി കളിക്കുകയാണ് ഇവർ? ഒരു മോഷണം നടത്തിയ പ്രതിയെ കൊണ്ടുവന്നിട്ട് അവൻ പറയുന്നത് കേട്ടില്ല, അടുത്ത തവണ ആവട്ടെന്ന്. ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ എന്താ ചെയ്യേണ്ടത്? അത് നമ്മളല്ലോ പറയേണ്ടത് അല്ലേ? അത് പോലീസുകാർ തന്നെയല്ലേ തീരുമാനിക്കേണ്ടത്? അവർക്കറിയാമല്ലോ കൃത്യമായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന്. നാളുകളിൽ ഇതുപോലുള്ള കേസിൽപ്പെടുന്ന പ്രതികൾ ഇങ്ങനെ തന്നെ പറയില്ലെന്ന് ആര് കണ്ടു? പറയില്ലെന്നല്ല, ഇങ്ങനെ തന്നെ പറയും. കാരണം അവർക്കറിയാം ഇത് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഒരു കുറ്റബോധം ഇല്ലാതെ ചെയ്ത കാര്യം വലിയ കാര്യമാണെന്നുള്ള രീതിയിൽ പ്രവർത്തിക്കുന്ന ഇത്തരം ആൾക്കാരെ നിലയ്ക്ക് നിർത്താൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ എന്തിനാണ് പോലീസ്? ഒരു സാധാരണ മനുഷ്യന് അല്പം കുറ്റബോധം ഉണ്ടാവും അല്ലേ? നമുക്ക് എല്ലാവർക്കും കുറ്റബോധം ഉണ്ടാവില്ല. എത്രയോ ആൾക്കാരുണ്ട് കുറ്റബോധത്തിൽ നീറി കഴിയുന്ന ആൾക്കാർ. ഏതോ സമയത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രേരണയാൽ തെറ്റ് ചെയ്തു പോയ ആൾക്കാർ കുറ്റബോധം പേറി എത്ര പേര് ജീവിക്കുന്നു ഇപ്പോഴും. നമുക്ക് തോന്നാറില്ലേ കുറ്റബോധം? അയ്യോ അങ്ങനെ ചെയ്യണ്ടായിരുന്നു എന്ന്. ഇത്രയും അവസരങ്ങളിൽ എല്ലാ മനുഷ്യർക്കും ഉണ്ടാവും. ഇതുപോലെ മോഷണ ശ്രമമല്ല, നമ്മളുടെ ചെറിയ ചെറിയ തെറ്റുകൾ, അത് സമയത്തിൻ്റെയോ സാഹചര്യത്തിൻ്റെയൊക്കെ സമ്മർദ്ദത്തിൽ നമ്മൾ ചെയ്തു പോയ തെറ്റുകൾ അല്ലെങ്കിൽ ആരോടെങ്കിലും പറഞ്ഞു പോയ വാക്കുകൾ പിന്നീട് നമ്മളിരുന്ന് ആലോചിക്കാറില്ലേ തെറ്റിപ്പോയെന്ന്? അത് നമ്മുടെ ഉള്ളിലുള്ള ഒരു നല്ല മനസ്സിൻ്റെ ഭാഗമല്ലേ അത്? അതല്ലേ ഒരു മനുഷ്യന് വേണ്ടത്? കൂടെ നിൽക്കുന്ന നിയമപാലകരെ കോമാളിയാക്കിക്കൊണ്ട് പറയുന്ന ഇത്തരം സംഭാഷണങ്ങളും അത് വീഡിയോ എടുത്തിട്ട് നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇടുന്ന ആൾക്കാർ. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായ രീതിയിൽ പ്രതികരിച്ചും മുന്നോട്ട് തന്നെ പോകണം. നമ്മുടെ മനസ്സിൽ തോന്നുന്ന കുറ്റബോധം അതെപ്പോഴും നല്ലതാണ്. അവനാണ് യഥാർത്ഥ മനുഷ്യൻ. അതുകൊണ്ട് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നമുക്ക് ആഗ്രഹിക്കാം, എന്നല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? വീഡിയോ കാണുന്ന നമ്മുടെ ചെറുപ്പക്കാർ എന്തായിരിക്കാം വിചാരിക്കുക? ഒരു കുറ്റം ചെയ്താൽ, മോഷണം പോലുള്ള അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കുറ്റം ചെയ്താൽ നമ്മുടെ നിയമവും നിയമവ്യവസ്ഥതയൊക്കെ എങ്ങനെ ഞങ്ങളോട് പെരുമാറും? അല്ലെങ്കിൽ നിയമപാലകരും നിയമമൊക്കെ വളരെ ലാഘവത്വത്തോടു കൂടി അതെടുക്കും, ഞങ്ങളോട് നല്ല രീതിയിൽ പെരുമാറും എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ തെറ്റായി പോകുമോ? ഏതെങ്കിലും ഒരു വീഡിയോ കണ്ടാലുടൻ അങ്ങനെ ചിന്തിക്കുന്നതാണോ നമ്മുടെ ചെറുപ്പക്കാരെന്ന് ചിന്തിക്കാൻ വരട്ടെ. നമ്മൾ കുറച്ച് നാൾ മുന്നേ കേട്ടതാണ്, നമ്മുടെ എറണാകുളത്ത്
കുപ്രസിദ്ധ ഗുണ്ടകളായിട്ടുള്ള ആൾക്കാർ ഇൻസ്റ്റഗ്രാമിൽ അവരുടെ വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ അത് കണ്ട് അവരുടെ കൂടെ ചേരാൻ വേണ്ടിയിട്ട് കുറേ ആളുകൾ, കുറേ കുട്ടികൾ ചെന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ചെറുപ്പക്കാരെയും യുവസമൂഹത്തെയും സ്വാധീനിക്കുന്നു എന്ന് പറയാതിരിക്കാൻ തരമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള വാർത്തകളും വീഡിയോകളും ഒക്കെ കാണുന്ന നമ്മുടെ ചെറുപ്പക്കാർ ആ രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. ഇങ്ങനെയുള്ള കേസുകൾ ഉണ്ടാകുമ്പോൾ അത് എപ്രകാരം കൈകാര്യം ചെയ്യണമെന്നും ഏത് രീതിയിൽ അത് സമൂഹത്തിലേക്ക് എത്തിക്കണമെന്നും നമ്മുടെ നിയമപാലകർക്ക് ഇച്ചിരൂടെ വ്യക്തത ഉണ്ടാവേണ്ടത് ആവശ്യമുണ്ട്. ആ വ്യക്തത ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, വിവിധ സാമൂഹ്യ വിഷയങ്ങളിലുള്ള എൻ്റെ ഇത്തരത്തിലുള്ള പ്രതികരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് തോന്നിയാൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കാവുന്നതാണ്. ലൈക്ക് ചെയ്യാൻ ശ്രമിക്കണം. താങ്ക് യു.